മതി മതി, 2 ദോശക്ക് എത്ര സാമ്പാർ? അയ്യോ, സാമ്പാർ മുഴുവൻ നാശമാക്കില്ല, ഞാൻ തലയോടെ ഒഴിക്കും. എന്താ അമ്മൂമ്മേ, ശല്യമായല്ലോ. എന്താന്ന് ശല്യമാടാ കുഞ്ഞ്? ആണോ? ആ സാമ്പാർ മുഴുവൻ അമ്മൂമ്മ കൊടുത്തേ. എന്നാ ശരി, അങ്ങോട്ട് കുട്ടിക്ക് അങ്ങോട്ട്. വെള്ളമില്ല. വാസു ഇനിയും വെള്ളമായിട്ട് വന്നില്ലേ? ഇല്ല. ഓ, ഏത് ചുരുത്താ വന്ന മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കും. വീട്ടില് വെള്ളമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെയും വെള്ളമില്ല. വെള്ളത്തിനടുത്ത് വെള്ളം കൊതിച്ച് കഴിയാനാണ് നമ്മുടെയൊക്കെ വിധി. എന്ത് ചെയ്യാനാണ്? ഗോപി, നമ്മുടെ കരയിലെ ശുദ്ധജല ക്ഷാമത്തെ പറ്റി ഞാനൊരു വാർത്ത ശരിയാക്കിയിട്ടുണ്ട്. ഏതൊക്കെ പത്രത്തിന് അയക്കുന്നു? ഞാൻ സ്വതയായി പ്രവർത്തിക്കുന്ന പത്രങ്ങൾക്കെല്ലാം അയക്കണം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പനാട് വിചാരിച്ചാൽ വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുടിക്കാൻ വെള്ളം തരാമെന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ ഇലക്ഷൻ അയാൾ വോട്ട് മേടിച്ചത്. അടുത്ത പ്രാവശ്യം ഔസേപ്പ് മുതലാളിയെ ഒതുക്കി അങ്ങോട്ട് വിടാം. എന്ത് പറ്റി ഔസേപ്പ് മുതലാളിക്ക്? ഈ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള വേറെ ആരിയ്ക്കുന്നു ഇവിടെ? ഏതാണ് ഒരു ചായ? അമ്മൂമ്മ കഴിക്കുന്നതൊന്നും എന്റെ പറ്റിൽ എഴുതരുതേ. പിന്നെ ആരുടെ പറ്റിൽ എഴുതാനാ? അവര് നിന്റെ അമ്മയുടെ അമ്മയല്ലേ? മുടിഞ്ഞ തീറ്റയാണല്ലോ ഈ നിലയ്ക്ക്. ഈ പീടിയും കൂടി തിന്നുകളയല്ല. ഓ, ഇത് മുഴുവനും വെള്ളമാണല്ലോ. അതെ അതെ, ഈ കടയിൽ കുടിക്കാൻ വെള്ളമില്ല, പിന്നെ അല്ലേ പാലിൽ വെള്ളം ചേർക്കുന്നത്. താനിതിന് കായലിലെ വെള്ളം ചേർത്തുവല്ലേ? ഉപ്പ് കൊണ്ട് നാക്കിൽ വെക്കാൻ വയ്യ. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോന്ന്? ഈ തുരുത്തിലെ എരുമപ്പാലിന് ഉപ്പുണ്ട്, പശുവും പാലിന് ഉപ്പുണ്ട്, ആട്ടും പാലിന് ഉപ്പുണ്ട്. എന്ന് വേണ്ട, എല്ലാ പാലിനും ഉപ്പുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ എന്നെ പ്രസവിച്ചിട്ട ഉടനെ ഞാൻ ഓടി ദൂരെ പോയത്. എനിക്കറിയാം പാലിന് ഉപ്പുണ്ടാകുമെന്ന്.